ഒരു റീല് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഡയറക്റ്റ് ഫേസ്ബുക്ക് പേജിലേക്ക്, അതായത് നമ്മുടെ ടിപ്പിക്കൽ മല്ലു കപ്പിൾ എന്ന് പറയുന്ന പേജിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ട സമയത്ത് ഈ വീഡിയോ അതേപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ കമൻറ്റ് വരുന്നതിനെക്കാട്ടി കൂടുതൽ കമൻറ്റ്സ് വരുന്നത് ഫേസ്ബുക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ പോയപ്പോഴത്തേക്ക് ശരിക്കും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞതുപോലും ഇല്ലായിരുന്നു, ഞാൻ നോക്കിയതും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴും രാത്രി ഇങ്ങനെ കിടക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് വെറുതെ എങ്കിലും ഫേസ്ബുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ട്. നോക്കിയപ്പോഴാണ് ഫുൾ കമൻറ്റും പൊങ്കാലയാണ്. പൊങ്കാല എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പപ്പായ ഞാൻ കഴിച്ചു, അതാണ് വിഷയം. പ്രഗ്നൻസി ടൈമിൽ പപ്പായ കഴിക്കാൻ പാടില്ല, ഈ കൊച്ചിന് ഇതൊന്നും അറിയില്ലേ, ഇവർ കുഞ്ഞിനെ നോക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളാണ്. പിന്നെ അതിൻ്റെ ഇടയിലും കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതോ ഡോക്ടേഴ്സും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പപ്പായ കഴിക്കാം, ആദ്യ ട്രിമസ്റ്റർ മാത്രമാണ് കഴിക്കാൻ പാടില്ല എന്ന് പറയണത്, അത് കഴിഞ്ഞാൽ കഴിക്കാമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കേട്ടോ. കാരണം പപ്പയ്ക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ളത്, അത് ഫസ്റ്റ് ട്രിമസ്റ്ററിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പപ്പയ്ക്കും പൈനാപ്പിളും. അതും പറയുന്നത് പച്ച പപ്പായയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇതുപോലെ പഴുത്തോല കണ്ടില്ലേ, പഴുത്തൊലഞ്ഞിരിക്കുന്നതല്ല കഴിക്കാൻ പാടില്ലെന്ന് പറയണത്. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ എനിക്ക് 7 മാസമായില്ല, അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഫസ്റ്റ് ദേവനും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ പപ്പയ്ക്കയും പൈനാപ്പിളും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു ലാസ്റ്റ് മന്ത് ആ ഒരു ടൈമിലൊക്കെയാണ് കഴിച്ചത്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ.